അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫോണിൽ നോക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് സംഭവിക്കുന്ന കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത്. ഇന്ന് നമ്മുടെ എല്ലാം പ്രഭാതങ്ങൾ ആരംഭിക്കുന്നത് ബെഡിൽ നിന്ന് ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ഫോണിന്റെ സ്ക്രീനിലേക്കായിരിക്കും പോകുന്നത്, അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഫോണിന്റെ ഉപയോഗം നിർത്തി കഴിഞ്ഞിട്ട് ഈ ലോകത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആരൊക്കെ മെസ്സേജ് അയച്ചു, എന്തൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു, ഇതിലേക്കാണ് എഴുന്നേൽക്കുന്ന ഉടനെ നമ്മളുടെ ശ്രദ്ധ പോകുന്നത്. നമ്മളുടെ ഒരു ചിന്താഗതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തൊക്കെ ഈ ലോകത്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയണ്ടേ, ഞാൻ ഈ ലോകത്തില് അപ് ടു ഡേറ്റ് ആയിട്ട് നിന്നില്ല എങ്കിൽ ഞാൻ ഒരുപാട് ബാക്കിലേക്കായി പോകും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ഒരു പരിധി വരെ ഇത് ശരിയാണ് എങ്കിലും എന്നും രാവിലെ ഉണർന്നു കഴിയുന്ന ഉടനെ ഫോൺ നോക്കുന്ന ഒരു ശീലമാണ് എങ്കിൽ അത് പതിയെ പതിയെ നമ്മുടെ ബ്രെയിനില് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതിന് കാരണമാകും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതായത് വളരെ ശാന്തമായിട്ട് ഉറങ്ങി എഴുന്നേൽക്കുന്ന നമ്മൾ ഉടനെ തന്നെ ഒരുപാട് ഒരു സ്ട്രെസ് ആൻഡ് സ്റ്റോം നിറഞ്ഞ ഒരു വേൾഡിലേക്കാണ് പെട്ടെന്ന് പോകുന്നത്. പക്ഷെ അതിന്റെ ഒരു ഇതെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും അധികം ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ ചുറ്റിനും നടന്ന ഒരുപാട് വാർത്തകൾ പലതും നെഗറ്റീവ് ആയിട്ടുള്ളതും നമുക്ക് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള വാർത്തകളായിരിക്കും ചുറ്റിനും നടക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, ഞാനൊന്നും ഒരു അവയർനെസ് ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഫോൺ എടുക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കും. പക്ഷെ നമ്മളുടെ ആ ഒരു ഡേയുടെ കംപ്ലീറ്റ് പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ പോലും അറിയാതെ ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കേൾക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരുപാട് നേരം ഈ ഫോൺ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ നോക്കുന്നത് എന്നൊക്കെയുള്ള ശീലങ്ങൾ. ഇതിന്റെയൊക്കെ ഒരു ആഘാതം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല, പക്ഷെ സ്ലോലി നമുക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരും. ഉത്കണ്ഠ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ മാനസിക ആരോഗ്യത്തെ ഒക്കെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ ഫോൺ നോക്കുന്നത്. ഇതിന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു മണിക്കൂറത്തേക്ക് നമ്മൾ ഫോൺ നോക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ ഒരു ദിവസം ശാന്തമായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ വ്യായാമത്തിനോ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ, ജസ്റ്റ് ഒരു വോക്കിന് പോവുക, അല്ലെങ്കിൽ വെളിയിലേക്ക് വാതിൽ തുറന്നൊന്ന് പുറത്തേക്ക് നോക്കി ഒരു അല്പസമയം നിൽക്കുക. ഒരല്പം സ്ലോ ഡൗൺ ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ നമ്മുടെ മനസ്സിന് ഒരുപാട് ശാന്തത കൊണ്ടുതരാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞു കഴിയുമ്പോൾ പഠനം ആയിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള തിരക്കുകൾ കാണും. അതിന്റെ സ്ട്രെസ്, ഒരുപാട് പഠിക്കാനുള്ള കുട്ടികളെ സംബന്ധിച്ച്, ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഓഫീസിലെ തിരക്ക്, ഇതിലേക്കൊക്കെയാണ് നമ്മൾ പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഇറങ്ങേണ്ടതല്ലേ. അപ്പൊ രാവിലെ തന്നെ ഒരുപാട് നമ്മൾ ഓവറായിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ട് ഓവർലോഡ് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അത്ര ഒഴിവാക്കാൻ മേലാത്ത നാളെ ഒരു എമർജൻസി കോൾ ഓഫീസിൽ നിന്ന് വരാനുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രം നമുക്കൊരു എക്സ്ക്യൂസ് എടുക്കുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ പതിയെ നമുക്ക് വേണ്ടിയിട്ടും നമ്മളുടെ ബോഡിക്കും നമ്മളുടെ മൈൻഡിനും റിലാക്സേഷൻ തരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പഠിക്കുക. അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ ഡീടോക്സിന് വേണ്ടിയിട്ട് ഒരു അല്പം സമയം, ഒരു 1 hour എങ്കിലും ഒന്ന് ഡിലേ ചെയ്ത് നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ പതിയെ പതിയെ നമ്മളുടെ മനസ്സിന് കുറച്ചുകൂടിയൊക്കെ ശാന്തത കൈവരിക്കാനും, നമ്മുടെ ലൈഫിലുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ കൃത്യമായിട്ടും ശാന്തതയോടെയും ചെയ്തു തീർക്കാൻ വളരെ നിസ്സാരമെന്ന് തോന്നുന്നതാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ശീലങ്ങളിലൂടെ സാധിക്കും.